ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൺഗ്രാറ്റ്സ് മൈ എക്സിന്റെ ഫൈനൽ പാർട്ടാണ്, അതായത് അവസാനത്തെ എപ്പിസോഡ്. ഇതോടെ ഈ സിനിമ തീരുകയാണ്. ഈ സിനിമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാം ലൈക്ക് ചെയ്ത് പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ ഭാഗത്തിലേക്ക് പോകാം. ഇപ്പൊ കല്യാണത്തിന് മുമ്പുള്ള ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ റീസയും കല്യാണത്തിന് വേണ്ടി പുറത്തുനിന്ന് കുതിരയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവിടേക്ക് അരിന്റെ അച്ഛനും വന്നിട്ട്, ആ മോളെ റീസ, ഞാൻ നിന്നോടൊരു ചെറിയ സീക്രറ്റ് പറയട്ടെ. ഞാനും കുതിരയ്ക്കകത്തിരുന്ന കല്യാണം കഴിച്ച. സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ ഫുള്ളും വെള്ളമടിച്ച് ഫിറ്റായി കിടന്നേ. അതുകൊണ്ട് നേരെ ചൊവ്വ കുതിര പോലെ ഇരിക്കാൻ പറ്റാതെ ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ 3 പ്രാവശ്യം തറയിലേക്ക് വീണു. അങ്ങനെ ഞാൻ കുറെ പ്രാവശ്യം വീണു. പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല, കാരണം അവൾ എനിക്കുള്ളതാ. എന്നിന് അച്ഛൻ പറയുമ്പോഴാണ് അവളും, അങ്കിള് നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹവും പറയുന്നത്, അതോ എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നമ്മൾ ഒരാളോട് ചേരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നടന്നിരിക്കും. അത് നിനക്ക് തന്നെ ഫീൽ ആവും. അങ്ങനെ ഒരു സമയം വരുമ്പം നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ വിട്ടുകൊടുക്കല്, കാരണം ആ വ്യക്തിയായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ. ആ വ്യക്തി നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകത്തേയില്ല. അങ്ങനെ ഒരാളെ നമുക്ക് ദൈവം തന്നെ കണ്ടെത്തി തരും. റീസ, ഒരു ദിവസം നിനക്ക് ഇത് ഫീൽ ചെയ്യും. അപ്പൊ നീ നിനക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യണം. പക്ഷെ അതിനുമുമ്പ് ഇന്ന് രാത്രി നീ തീർച്ചയായും പാർട്ടി വെക്കണം. ഏതിന് ഇവരെല്ലാം രാത്രി പാർട്ടി ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ പാർട്ടിക്കകത്ത് അരുണിന്റെ അച്ഛനും ഇവരെ കുറെ ഡ്രിങ്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ അതോടെ അവളുടെ കൂട്ടുകാരനെ വൊമിറ്റ് വന്ന് അവിടെ നിന്ന് പോകുമ്പോഴാണ് കൂട്ടുകാരി അവനെ നോക്കാൻ വേണ്ടി പുറകെ പോകും. ഇത് കണ്ട് റീസയും ഇനി ഇവിടെ നിന്ന് കുടിപ്പിക്കും പറഞ്ഞ് അവള് മുങ്ങാൻ നോക്കുമ്പോഴാണ് നേരെ ടിമ്മിനെ ചെന്നിരിക്കുന്നത്. അപ്പനാണ് അവനും പിടിച്ചിട്ട്, ഓ നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ച അരുണിന്റെ അച്ഛനായിരിക്കുന്നു. അയാൾ എന്നെ കുടിപ്പിച്ച് എന്നെ കൊല്ലുമെന്ന് തോന്നല്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, നിന്നെ മാത്രമല്ലടാ എന്നെയും കുടിപ്പിച്ച് കൊന്ന്. എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് കല്യാണ പെണ്ണും ചെറുക്കനും കൂടെ വന്ന് എല്ലാവരും ഫ്രണ്ട് വെച്ച് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് സ്റ്റെപ്പ് ഇടും. ഇത് കണ്ട് അവരെല്ലാം ക്ലാപ്പ് അടിച്ചോണ്ട് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവര് റൊമാൻസ് ചെയ്യുന്നുണ്ട്. റിസയ്ക്ക് വോമിറ്റ് വരും. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് ടിമ്മും പുറകെ വന്നിട്ട്, എന്തോ പറ്റി നിനക്ക് അവരെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ, ഇങ്ങ് മാറി വന്നല്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അങ്ങനൊന്നുമില്ല, ഞാൻ കുറെ ഡ്രിങ്ക് ചെയ്തു, അതാ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഓ കുറെ ഡ്രിങ്ക് ചെയ്തോ? പക്ഷെ കണ്ടിട്ട് അവര് റൊമാൻസ് ചെയ്യുന്ന കാണുമ്പോൾ നീ ഫീൽ ആയതുപോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഇനി അതൊന്നും അല്ലല്ലേ. എന്നിട്ട് അവനും കളിയാക്കി ചിരിക്കുമ്പോൾ അവളിങ്ങനെ ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് അവനും പറയുന്നത്, റീസ, അവിടെ അനൗൺസ് ചെയ്ത് കേട്ടില്ലേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഡാൻസ് കളിക്കാം. നിനക്ക് വിഷമമായെങ്കിൽ പറ, നമുക്ക് വേണം അവിടെ നിന്ന് ഡാൻസ് കളിക്കാം. എന്നിട്ട് അവൻ വിളിക്കുമ്പോഴാണ് അവളും, സോറി എനിക്കൊന്നും വയ്യ നിന്നോട് ഡാൻസ് കളിക്കാൻ. എന്നിട്ട് അവള് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവളാക്കുന്നത്, എന്തോ പറ്റി ഡാൻസ് കളിക്ക് അറിയത്തില്ല? പേടിക്കണ്ട, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് അവനും ദേഷ്യപ്പെടുത്തിയോടെ അവളടുത്തേക്ക് വന്നിട്ട്, ആർക്കാ ഡാൻസ് കളിക്കാൻ അറിയാത്ത? എന്നിട്ട് ഇവരുടെ കൂടെ മൊത്തത്തിൽ ചേഞ്ച് ആയി ഡാൻസ് കളിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടെ മൊത്തത്തിൽ ഒരു സിനിമ ഡാൻസ് ആകും. അങ്ങനെ ഇവരെല്ലാരും കൂടെ സന്തോഷത്തിൽ മാറിയും തിരിഞ്ഞൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അരുണിന്റെ അച്ഛനും നെഞ്ചോയിനൊന്ന് തറയിലേക്ക് അങ്ങ് വീഴും. ഇത് കണ്ട് ഇവലിനെ ഷോക്കെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ടിമ്മും അച്ഛനും CPR എടുക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവരിങ്ങനെ ടെൻഷൻ ആയിരിക്കും. അങ്ങനെ അമ്മയും പേടിച്ച് അച്ഛനെ ഇങ്ങനെ വിളിച്ചു നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും പെട്ടെന്ന് ബോധം വന്നിട്ട്, പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഇപ്പോഴെന്റെ ഭാര്യയുടെ അടുത്തിരുന്ന് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേഷ്യത്തി, ഓ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കണം. എന്നിട്ട് അമ്മയെ വിഷമിച്ച് ഇങ്ങനെ ഹഗ് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് അരുണിന്റെ അച്ഛൻ അവളോട് പറയുന്നത്, റീസ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് യഥാർത്ഥ സ്നേഹം. ഏതിന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അതോടെ അരുണും ടിമ്മിന് താങ്ക്സ് പറഞ്ഞിട്ട് അവന്റെ അച്ഛനെ ഹഗ് ചെയ്യും. അതിനുശേഷം അന്ന് രാത്രി ടിം അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയുമ്പോഴാണ് അവിടേക്ക് റിസീവ് വരുന്നത്. ഇത് കണ്ട് അവനും, റീസ, അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്, ആശുപത്രി പോയോ? ഇതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അതൊന്നും കുഴപ്പമില്ല, ഗുളിക കഴിച്ചപ്പം എല്ലാ പ്രശ്നം സോൾവ് ആയി, ഇപ്പൊ റെസ്റ്റ് എടുക്കുക. എന്നിന് അവളും പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ഇരിക്കും. ടിം, താങ്ക് യു നീ സഹായിച്ചതിന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, താങ്ക്സോ ഇതിനു വേണ്ടിയാ? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, എല്ലാത്തിനും, നീ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചോട്ട് അരുണിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു തരാം. സത്യത്തിൽ ഇന്നത്തെ രാത്രി നീ ഒരു റിയൽ ഹീറോ ആയിട്ട് മാറി. എല്ലാരും നിന്നെ കുറിച്ച് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, സത്യം പറഞ്ഞാലേ എനിക്ക് അരുണിന്റെ പാരന്റ്സിന് കാണുമ്പോൾ എന്തോ വെറൈറ്റി തരം കപ്പിൾസിനെ പോലെ തോന്നുന്നത്. എപ്പം നോക്കിയാലും അവർ തമ്മിൽ വഴക്ക, പക്ഷെ അതിലുണ്ട് അവർക്കൊരു സ്നേഹം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, നീ പറഞ്ഞേ ശരിയാ, അവരുടെ ട്രൂ ലവ്. എന്നിന് അവൾ പറഞ്ഞോടെ ഇത് കേട്ട് അവനടുത്തേക്ക് വന്നിട്ട്, എങ്കിൽ പിന്നെ നമ്മൾ ഏത് തരം കപ്പിൾസാ? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് വന്നത്. ഇത് കണ്ട് അവളും ദേഷ്യത്തി, ഈ കല്യാണം മൊത്തത്തിൽ എനിക്ക് പ്രശ്നം തരുവാണല്ലേ. എന്നിട്ട് അവളും കൂട്ടുകാരും വിളിച്ചോണ്ട് ആദ്യം കറണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ദിവസം കറണ്ട് പോരെന്ന് പറഞ്ഞ് എല്ലാവർക്കും ടോർച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കറണ്ട് റൂം ഉണ്ട്, അവള് പോകണേ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചടക്കുമ്പോഴാണ് അവനും ഡോർ തുറന്ന് നിന്നിട്ട്, റീസ, നീ എന്ത് ഇവിടെ ചെയ്യുന്നത്? ഒരു സെക്കൻഡ് അകത്തേക്കോ, ഇനി നിന്നോട് സംസാരിക്കാനുണ്ട്. എന്നിട്ട് അവൻ അകത്തേക്ക് കയറി പോകും. അതിനുശേഷം ഇവളും ഇനി തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് അവനും പറയുന്നത്, പിന്നെ റീസ, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന് താങ്ക്സ് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ടിം മാത്രമില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ മിക്കവാറും ഇപ്പം ജീവനോട് കാണത്തില്ലായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാം? നമ്മ രണ്ടുപേരും വേറെ വേറെ രാജ്യമാണ്. ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള അകലം നിന്നെ കുറെ ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഞാൻ എല്ലാം നിർത്തി നിന്നെ ബ്രേക്കപ്പ് ചെയ്ത. ഞാൻ വിചാരിച്ച് എന്നെ കൊണ്ട് നിന്നെ മറക്കാൻ പറ്റുന്നു, പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കുന്നില്ല. റീസ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിന്നെ എന്റെ ലൈഫിൽ നിന്ന് കളയുന്നത് എനിക്ക് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യാനാ, ഞാനിപ്പം നിന്നെ ലോസ് ചെയ്ത്. എന്നിട്ട് ഞാൻ എന്റെ കല്യാണത്തിന് വെച്ച് നിന്നെ കാണുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം എനിക്ക് എന്നെ
ഡൗട്ടായി ഒരു പക്ഷേ ദൈവം നമ്മുടെ ലവിനെ ടെസ്റ്റ് ചെയ്യുകയാണെന്ന്. നമ്മ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ വിധി. അതുകൊണ്ടല്ലേ ഈ ലോകത്ത് എത്ര പേരുണ്ടായിട്ടും തായ്ലൻഡിൽ നിന്ന് നീ എന്റെ കല്യാണം നടത്തി വെക്കാൻ വന്ന്. ഇത്രയും ദിവസം ഞാൻ നിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്തോ മാതിരിയാ ഫീൽ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന സത്യത്തിൽ എനിക്ക് നിന്നോടാ ഇഷ്ടമുള്ളതെന്ന്. ഐ ലവ് യു റീസ എന്നിന് അവനും പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഒരു സെക്കൻഡ് അവനും ബോധം വന്നിട്ട് പെട്ടെന്ന് പുറയിലോട്ടങ്ങ് മാറും. അതോടെ ആ സമയം കൊണ്ട് കരണ്ട് വന്നോടെ ഇവന് ടെൻഷനായി. സോറി ഞാൻ അറിയാതെ ഇല്ല, ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു. എന്നിന് അവന് നെർവസ് ആകുമ്പോഴാണ് ഇവര് സംസാരിച്ചൊക്കെ മോണിക്കയും കേൾക്കും. അപ്പോഴാണ് ഇവളെ കണ്ട് ഇവരുടെ ഷോക്കാന്നത്. മോണിക്ക ഞാൻ പറയാൻ വന്നത് അതല്ല. എന്നിന് അവനും പറയുമ്പോഴാണ് അവള് ഹാർട്ട് ബ്രോക്ക് ആയി. അരുൺ ഞാൻ എത്ര വർഷം വെയിറ്റ് ചെയ്തെന്നറിയോ ഈ സത്യം നീ എന്നോട് പറയാൻ വേണ്ടി. പക്ഷെ ഇതുവരെ ഇവളാ നിന്റെ എക്സ് എന്ന് നീ ആയിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കറിയാവോ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഇവള് നിന്റെ എക്സ് ആണ്. പക്ഷെ നീ എന്നോട് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും വർഷം വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും മോണിക്ക നിനക്കറിയായിരുന്നു അരുൺ ഞാൻ നിന്നോട് ഇതിനെ കുറിച്ച് ചോദിക്കാത്തോണ്ട് ഞാൻ ഒന്നും അറിയാത്ത മണ്ടിയൊന്നല്ല. അപ്പൊ നിനക്ക് ഇപ്പോഴും ഇവളെയാണല്ലോ ഇഷ്ടം. ഇതെന്നോട് മുമ്പേ പറയാത്തെന്ത്? ഞാൻ എന്തോ നിങ്ങളുടെ ലവിനെ തടയുക? മര്യാദയ്ക്ക് നീ അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതെ അവളുടെ കൂടെ തന്നെ ജീവിക്കും. എന്നിന് അവളും കരഞ്ഞോണ്ടാവുമ്പോഴാണ് ഇത് കണ്ട് അവനും പറയുന്നത് മോണിക്ക ഞാൻ പറയുന്നേക്ക് ഞാൻ അവളോട് അറിയാതെ പറഞ്ഞു പോയത്, എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ പറഞ്ഞെന്ന്. എന്നിന് അവനും അവളെ ഫോളോ ചെയ്ത് പുറകെ പോകും. ഇത് കണ്ട് റിസയും പുറകെ പോകുമ്പോഴാണ് ഇവരിങ്ങനെ ഓടുന്നുണ്ട് ടിമ്മും. റിസ നീ ഇപ്പൊ എവിടെ പോവാ? എന്നിന് അവനും അവളുടെ പുറകെ ഓടിപ്പോകും. അപ്പോഴാണ് അവരുടെ പാരന്റ്സ് ഒക്കെ ഫാമിലി ആയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ മോണിക്ക കരഞ്ഞോണ്ട് ഓടിപ്പോകും. ഇത് കണ്ട് ഇവർക്കൊന്നും മനസ്സിലാവാതെ ഈ മോണിക്ക ഈ സമയത്ത് എവിടെ പോകുന്നു എന്നിന് അവര് നോക്കുമ്പോഴാണ് പുറകെ കൂടെ അരുണും റിസയും കൂടെ ഓടിപ്പോകുന്നത്. ഇത് കണ്ട് അവരും ഇവരെന്തോ ഓട്ട മത്സരം നടത്തുവാണോ ഈ സമയത്ത് എന്തിനാ ഓടി കളിക്കുന്നത് എന്നിന് അവരൊന്നും മനസ്സിലാവാതെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പുറകെ കൂടെ ടിം ഓടിപ്പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവസാനം അവരും ഡിസൈഡ് ചെയ്യുന്നത് ഇതൊരു ഫോട്ടോഷൂട്ട് ആണെന്ന്. എങ്കിൽ പിന്നെ പോയി ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം. ഏതിന് ഇവരൊക്കെ സത്യം അറിയാതെ കഴിച്ചോണ്ടിരിക്കും. അതേസമയം മോണിക്കയും കരഞ്ഞോണ്ട് അവിടുത്തെ വണ്ടി കയറുമ്പോഴാണ് ഇവന് ഫ്രണ്ടിൽ ചാടിയിട്ട് മോണിക്ക പ്ലീസ് ഞാൻ പറയാൻ വരുന്നത് എന്തോന്ന് വെച്ചാൽ കേക്ക്. ഏതിന് അവൻ തടയുമ്പോഴാണ് അവളും അരുൺ നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നിയ? കല്യാണം നടക്കുന്നതിന് മുമ്പ് നീ വേറൊരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ നോക്കുന്ന. എന്നിന് അവൾ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവനും എനിക്കറിയാം ഞാൻ ചെയ്ത് തെറ്റാ, പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എന്നിന് അവനും പറയുമ്പം അവള് വണ്ടി എടുക്കും. അതോടെ അവന് മുകളിൽ ചടിയിട്ട് മോണിക്ക ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കത്തില്ല. എന്നിന് അവനും പറയുമ്പോഴാണ് അവൾ വണ്ടി എടുക്കും. അതോടെ അവന് നിലവിളിച്ച് ഫ്രണ്ടിൽ തന്നെ തൂങ്ങിക്കിടക്കും. അപ്പോഴാണ് ഇത് കണ്ട് റീസയും പറയുന്നിട്ട് മോണിക്ക നിക്ക് ഞാനും വരുന്നു. എന്നിന് അവൾ ഓടിച്ചെന്ന് ആ വണ്ടിയുടെ പുറകെ കയറും. അപ്പോഴാണ് ഇവളെ ഫോളോ ചെയ്ത് വന്ന ടിമ്മും ഇവളിങ്ങനെ ബാക്കിൽ പോകുന്ന കണ്ട് എടി റീസ നീ എന്തോടെ അവിടെ കാണിക്കുന്ന? ഈ ശല്യത്തിന് വണ്ടി പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. എന്നിന് അവന്റെ വണ്ടി എടുത്തോണ്ട് ഫോളോ ചെയ്തോ. എടാ നീ എന്തോടെ എന്റെ പിക്നിക് വരുവാണോ? മര്യാദയ്ക്ക് വണ്ടി ഇറങ്ങ്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ. മോനിക്ക പ്ലീസ് എന്നെ കൊല്ലല്ലേ, നീ ഒന്ന് വണ്ടി എടുത്ത്. എന്നിന് അവരുടെ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാക്കി കൂടെ ടിമ്മും വരുന്നത്. എടാ റീസ നീ എന്തോടെ അവിടെ നിന്നോണ്ട് ചെയ്യുന്നത്? നിനക്ക് വണ്ടി ഇരിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ വിചാരിച്ച അവൾ കുറച്ചു ദൂരം പോയിട്ട് വണ്ടി എടുത്തോന്ന്. എന്നിന് അവൾ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അരുൺ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, ഇവൾക്ക് വണ്ടിയൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ വണ്ടിയൊക്കെ സൈഡിൽ ചരിച്ചോണ്ട് ഓട്ടുമ്പോഴാണ് അരുണും റിസയും കൂടെ അവരുടെ ജീവൻ കൈ പിടിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ടിമ്മും എടാ റീസ നീ അവിടെ നാടി കളിക്കാതെ മര്യാദയ്ക്ക് പിടിച്ചിക്കടി. എന്നിന് അവനും പറയുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ഒരു കാർ വരുന്നത്. അതോടെ അവന് സൈഡിലോട്ട് വളയ്ക്കും. അങ്ങനെ ഒരു വമ്പൻ ചേസിംഗ് സീൻ നടക്കുമ്പോഴാണ് മോണിക്കയും ബാക്കി റിസ കയറി നിൽക്കുന്നതാണെന്നത്. അതോടെ ഫ്രണ്ട് ഒരു വണ്ടി വന്ന ഉടനെ അവളും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചെടുത്തുമ്പോഴാണ് ഫ്രണ്ട് ഇരുന്നാലും തെറിച്ചുപോയി ദൂരേക്ക് ചെന്ന് വീഴും. ഇത് കണ്ട് അവള് വണ്ടി നിറങ്ങി അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. അരുണേടാ നിനക്ക് എന്ത് പറ്റി? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവന് പെട്ടെന്ന് ബോധം വരുന്നത്. മോണിക്ക നീ എന്നെ കൊല്ലാൻ നോക്കുവാണോടി? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഞാൻ നിന്നെ കൊല്ലാനൊന്നല്ല നോക്കിയ, പക്ഷെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന കണ്ടതിന് ശേഷം എങ്ങനെ നിന്നെ കല്യാണം കഴിക്കുന്നത് അതൊരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എന്നിന് അവള് ദേഷ്യത്തിൽ പോകാൻ നോക്കുമ്പോൾ അവന് കാലി പിടിക്കും. മോണിക്ക പ്ലീസ് ഞാൻ പറയുന്നേക്ക്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് ഫുള്ളായിട്ട് കേക്ക്. ഞാൻ അവളെ കുറിച്ച് നിന്നോട് പറയാൻ വന്നേ, പക്ഷെ എനിക്ക് ധൈര്യം കിട്ടിയില്ലായിരുന്നു. മോണിക്ക എനിക്ക് നിന്നോടെല്ലാം ഷെയർ ചെയ്യണം, ഞാൻ ചെയ്ത് തെറ്റാ സമ്മതിച്ച്, പക്ഷെ ഞാൻ എന്തിനാ അവളോട് ഇങ്ങനെ സംസാരിച്ചെന്ന് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നിന് അവൻ വിഷമിക്കുമ്പോഴാണ് അവളും ഇവനെ മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തിൽ പോകാൻ നോക്കും. അപ്പോഴാണ് അവന് കാല് വിടാതെ മോണിക്ക പ്ലീസ് പോവല്ല്, ഞാൻ തെറ്റ് ചെയ്തു സോറി, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമായിട്ടും ആ റൂമിൽ വെച്ച് നീ കണ്ടത് സത്യമല്ല, അത് ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞല്ല, എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷെ ഞാൻ സത്യമായിട്ട് പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ, പ്ലീസ് എന്നെ വിശ്വസിക്ക്. എന്നിന് അവനും കെഞ്ചുമ്പോഴാണ് അവളും കരഞ്ഞിട്ട് അരുൺ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട, നിന്റെ വാക്കുകളെല്ലാം കള്ള, നീ വായി തുറന്ന ഫുള്ളും കള്ള, നീ മേലെ നീ എന്നെ ഫോളോ ചെയ്യില്ല. എന്നിന് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് റസീം ഫ്രണ്ടിൽ കയറി തടയുന്നത്. മോണിക്ക നിനക്ക് അവനെ വിശ്വാസമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ വിശ്വസിക്കാവോ? ഞാൻ നടന്നെന്തോന്ന് വെച്ചാൽ പറയാം. സത്യത്തിൽ അരുണിന്റെ കല്യാണം എന്ന് അറിഞ്ഞ ഉടനെ ഫസ്റ്റ് ഞാൻ വേണ്ടെന്നാ വെച്ച, പക്ഷെ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഈ ജോബ് ഏറ്റെടുത്ത്. അതിനുശേഷം എനിക്ക് മനസ്സിലായ ഞാൻ ഇവിടെ വരാൻ കാരണം തന്നെ പൈസയല്ല, അരുണ് വേണ്ടിയാണ്. കാരണം എന്റെ മനസ്സ് ഇപ്പോഴും അവനുണ്ട്. ഒരേശം ഞാൻ അവിടെ നിന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് മാറി വീണ്ടും അവനെ സ്നേഹിക്കുമെന്ന് ഒരു മോശമായിട്ടുള്ള ചിന്ത, അതെനിക്ക് പറ്റിപ്പോയ അബദ്ധം. കാരണം ഞാൻ അവനെ കാണുമ്പോഴൊക്കെ അവന് നിന്നോടുള്ള സ്നേഹമാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമായിട്ടും അവൻ എന്നെ ഇഷ്ടം, അവൻ നിന്നെ ഇഷ്ടം. അന്ന് അവനെ കിസ് ചെയ്യാൻ വന്നപ്പോ തന്നെ അവനെ നിർത്തി, കാരണം അവന്റെ കണ്ണില് ഞാൻ നിന്നെ കണ്ട്, നിന്നെ അവൻ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്നു, ഇതാ ട്രൂ ലവ്. ഇപ്പൊ അവന്റെ മനസ്സിൽ ഞാനില്ല, അതേപോലെ എന്റെ തോട്ട് ഞാൻ മൊത്തത്തിൽ മാറ്റാൻ പോവാ. ഇനി അവന്റെ പുറകെ നടന്ന് എന്റെ ടൈം ഞാൻ വേസ്റ്റ്
ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല. ഞാൻ എന്റെ പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നീ തന്നെ ആലോചിച്ച് നോക്ക്, അവന്റെ ജീവൻ പണയം വെച്ച നിന്റെ അടുത്ത് സോറി കഴിക്കാൻ വേണ്ടി ആ കാറിന്റെ ഫ്രണ്ട് ഇത്ര സമയം പിടിച്ചിന്ന്. ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ലേ അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. അവന്റെ ജീവൻ പോലും വില വെക്കാതെ നിന്നെ അവൻ സ്നേഹിക്കുന്നു. ഏതിന് അവനും പറയുമ്പോഴാണ് അവളും ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും. ഇതോടെ അവൾ ടെൻഷനായി. സത്യമായിട്ടും ഇത്ര സമയം ഞാൻ പറഞ്ഞ ഫീൽ ആയില്ലേ നിനക്ക്? എന്നിന് അവൾ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് ടിം ഫ്രണ്ട് കയറി പറഞ്ഞിട്ട്, മോണിക്ക നിനക്ക് അവരെ വിശ്വാസമില്ലെങ്കിൽ എന്നെ വിശ്വസിക്കും. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, എടാ നിങ്ങൾക്കൊക്കെ എന്തോടാ പ്രശ്നം? ഞാൻ എത്ര പേരെ വിശ്വസിക്കണ്ട? ഇനിയും പോറെ ആരിലേക്ക് നിപ്പുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് വന്ന. എന്നിന് അവൾ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും പറയുന്നത്, മോണിക്ക ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ലൈഫ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ നിങ്ങളെ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഞാൻ നേരിട്ടുണ്ട്. സത്യം പറഞ്ഞ അതല്ല നിങ്ങളുടെ റിയൽ ലൈഫ്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോസോ നിങ്ങളുടെ യഥാർത്ഥത്തെ ഹാപ്പിനെസ്. അതൊക്കെ എം ടി ആക്കി ഇങ്ങനെ ഇടാൻ പോവാണോ? നീ നല്ലോണം ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കാൻ. ഇത് നിന്റെ ലൈഫാ. ഞങ്ങൾ പറയുന്ന വെച്ചൊന്നും നീ വിലയിരുത്തണ്ട. നിനക്കറിയാലോ അരിനെ കുറിച്ച്, നീ തന്നെ ആലോചിക്കും. ഏതിന് അവനും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് വീണ്ടും അരിൻ അവളുടെ പുറകെ പോകാൻ നോക്കും. അപ്പോഴാണ് റീസീൻ തടഞ്ഞിട്ട്, എടാ നിക്കി, അവൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൊടു. ഇനി കല്യാണത്തിന് 2 മണിക്കൂറും കൂടെ ഉള്ളു. അവൾ എത്തിയിരിക്കും. ഏതിന് ഇവരെല്ലാം കല്യാണത്തിനുള്ള ഏർപ്പാടിന് വേണ്ടി പോകും. എടി റീസ, ഈ കല്യാണം നടക്കുമോ? ആർക്കറിയാം, എല്ലാം മോണിക്കയുടെ കയ്യില. അവൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം. ഇനി ഞാൻ അവനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുന്നത് എന്റെ മണ്ടത്തര. എന്നിന് അരുൺ തന്ന ബോൾ എടുത്ത് ഇവള് ദൂരേക്ക് എറിയും. അപ്പോഴാണ് ഇവൾക്ക് പാര വെച്ചോണ്ടിരുന്ന ആ ലേഡിയുടെ തലയിൽ ചെന്നിരിക്കുന്നത്. അതോടെ ഇവളൊരു സെക്കൻഡ് പേടിച്ചാലും അവൾക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവള് സന്തോഷിച്ചിരിക്കും. എന്നിട്ട് ഇപ്പൊ ഇവരെല്ലാരും കൂടെ കല്യാണ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ എല്ലാരും ടെൻഷനായിട്ട് അവർ വരുമോ ഇല്ലെന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കൂട്ടുകാരി അവനും കൂടെ ഓടി എത്തിയിട്ട്, ഗായ്സ് മോണിക്ക യെസ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിന് അവരുടെ ഒന്ന് പറഞ്ഞ ഉടനെ ഇവര് മൊത്തത്തിൽ ഹാപ്പിയാകും. അങ്ങനെ സന്തോഷത്തിൽ ഇവരുടെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴാണ് അവനും വീണ്ടും ഇവനൊരു ചാൻസ് തന്നതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവളും പറയുന്നത്, അരുൺ നമ്മൾ ഇനിയും ഫോട്ടോസ് എടുക്കാനുണ്ട്. എന്നിന് അവൾ സന്തോഷത്തിൽ ഇവരുടെ കല്യാണം കഴിക്കും. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ടിം അവസാനമായിട്ട് റിസയെ നോക്കി സന്തോഷപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് റിസ അവനെ തപ്പുന്നത്. ഗൈസ് നിങ്ങൾ ടിമ്മിനെ എവിടെയെങ്കിലും കണ്ടോ? എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവരും കണ്ടില്ലെന്ന് പറയും. അതിനുശേഷം അവളും അവൻ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് അവന്റെ വോയിസ് മെസ്സേജ് വരുന്നത്, റിസ ഞാൻ ഇവിടെ നിന്ന് പോവാ. ഈ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക്സ്. ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് പൈസ തരാന്ന് പറഞ്ഞോണ്ടല്ല, എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച. അതേപോലെ ഈ വെഡിങ് ഡേ ഫുള്ളും നിന്റെ കൂടെ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ അതിന്റെ ലൈഫ് ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട് നീ അരുണിനെ മറന്നിട്ട് നിന്റെ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ കൂടെ നിന്ന് നിന്നെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് പോകാൻ പോവാ. ഇനിയും പുറകെ നടന്ന് ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ നീ തീർച്ചയായും ഒരു ദിവസം കണ്ടെത്തും. ഒരുപക്ഷെ അവ എന്നെ പോലും അരുണിനെ പോലും ആയിരിക്കത്തില്ല. അവൻ നിന്നെ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്ന ഒരുത്തനായിരിക്കും. എന്നിന് അവന്റെ മെസ്സേജ് ആയിട്ട് അവളും ദേഷ്യപ്പെടും. ഇവനെന്ത് വട്ടളകിയ, അതിന് ഞാനെപ്പോഴും അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ. എന്നിന് അവളും പുറത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ഇവള് കല്യാണത്തിന് വേണ്ടി റെഡിയാക്കിയ ആ കുതിര കാണുന്നത്. അതോടെ അവൾ അതെടുത്തോണ്ട് അവനെ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് അവൻ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൾ ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ ഇവളെ കണ്ട് ഷോക്കായി പുറത്തേക്ക് ഇറങ്ങും. റീസ നീ എന്തോ കുതിരയായിട്ടൊക്കെ വന്നേക്കുന്നത്? എന്നിന് അവൻ അടുത്തേക്ക് വരുമ്പോഴാണ് അവളും, നീ എന്തോടെ നിന്റെ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്? എന്തിനാ എനിക്ക് അങ്ങനത്തെ വോയിസ് കഴിച്ച? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, റിസ എനിക്ക് നിന്നോട് നേരിട്ട് പറയാൻ ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് മെസ്സേജ് അയച്ച് ഇവിടെ നിന്ന് പോകാൻ തീരുമാനം എടുത്ത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ടിം നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങിയാലോ? കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്കിപ്പോഴാ ദൈവത്തിന്റെ പറച്ചിൽ കേട്ടേന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ദൈവത്തിന്റെ പറച്ചിലോ? ദൈവം എന്തോ നിന്നോട് പറഞ്ഞ? എന്നിന് അവനും ചോദിച്ചോടെ അവളും തിരിച്ചു പറയും, ഓ അതൊക്കെ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതൊക്കെ ഒരു വലിയ സ്റ്റോറിയാ. നീ ഇപ്പൊ എനിക്ക് ഉത്തരം എന്താ? നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എന്നിന് അവൾ ചോദിച്ചോടെ അവനെ സന്തോഷത്തി, റിസ ഞാൻ ഒരിക്കലും ഒരു പുതിയ ജേണിയെ അവോയ്ഡ് ചെയ്യത്തില്ല. എന്നിന് ഇവരുടെ വീണ്ടും ഒന്നേരും. അപ്പോഴാണ് അവിടെ ഫയർ വർക്സ് ഒക്കെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ കയ്യും പിടിച്ച് ഒരുമിച്ച് കണ്ടോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് അവിടെ ഇവരുടെ പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അതോടെ നമ്മുടെ സിനിമ എടുത്തിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായെന്ന് താഴെ കമന്റിൽ പറയുക. പിന്നെ ഇതിനകത്ത് ഹീറോ ബ്രൈറ്റിന്റെ ആസ്ട്രോഫൈൽ എന്ന ഒരു കിടിലൻ ഡ്രാമയുണ്ട്, അതും ഇടനെ വേണ്ടെന്ന് താഴെ പറയുക. കാരണം കുറെ പേര് കണ്ടു കാണും, അതുകൊണ്ടാണ് ചോദിച്ചത്. സോ ഇനി നമുക്ക് ഫേസ്ലെസ് ലവ് മീറ്റ് ചെയ്യാം.